ആത്മബന്ധു. ഈ രാത്രി നമുക്ക് വിശേഷമായ ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാം. ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നല്ലതുകൾ സംഭവിച്ചു എന്നൊന്ന് ആലോചിക്കാമോ? എത്ര നല്ല മുഹൂർത്തങ്ങൾ! ഈ ദിവസം പ്രകൃതി എന്തൊക്കെ അത്ഭുതങ്ങൾ സൂക്ഷിച്ചിരുന്നു. അതിലെന്തൊക്കെ നമ്മൾ കണ്ടു, ആസ്വദിച്ചു, വിസ്മയിച്ചു. ഒന്ന് ഓർത്തു നോക്കാമോ? ഓർത്തു നോക്കിയാൽ മനോഹരമല്ലേ ഈ ദിവസം? ഒരു നിമിഷം കണ്ണുകളടയ്ക്കുക, ദീർഘമായി ശ്വസിക്കുക, സ്വസ്ഥമായി ആശ്വാസത്തെ ഉള്ളിൽ സൂക്ഷിക്കുക. സുരക്ഷിതമായി ഈ ശ്വാസത്തെ സുദീർഘമായി തന്നെ പുറത്തേക്ക് വിടുക. ഇൻഹെയിൽ ഡീപ്ലി, എക്സേൽ കംപ്ലീറ്റ്ലി. ഈ ദിവസത്തെ ഒന്ന് ഓർക്കൂ. ഈ ദിവസം ഉണർന്നെഴുന്നേറ്റത് മുതൽ ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ അവസരങ്ങൾ എനിക്ക് ലഭിച്ചു. ആലോചിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലതിനെ മാത്രം സ്വീകരിക്കുക. ഇന്ന് ഒരു കഥ പറയാം. മുംബൈ പോലെ ഒരു തിരക്ക് പിടിച്ച നഗരത്തിൽ ജീവിക്കുന്ന 2 പേർ, ഭാര്യയും ഭർത്താവും. അവർ യഥാർത്ഥത്തിൽ നല്ല ഗ്രാമത്തിൽ ജീവിച്ചു വളർന്നവരാണ്. പിന്നീട് ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി നഗരത്തിലേക്ക് ചേക്കേറിയവർ. നഗരത്തിലെ ജീവിതം ശീലവുമായി. എന്നാലും അവരുടെ ഗ്രാമം, ഗ്രാമത്തിലെ പുഴ, മല, മഴ ഒക്കെ ഹൃദയത്തിൽ എന്നെന്നും അവർ സൂക്ഷിച്ചിരുന്നു. നാട്ടിൽ തിരിച്ചു വരണം എന്നുള്ളത് 2 പേരുടെയും വലിയ ആഗ്രഹമായിരുന്നു. ഒടുവിൽ അവർക്ക് ആ സ്വപ്നം സാക്ഷാത്കരിച്ചു. നഗരത്തിൽ നിന്ന് അവർ നാട്ടിലേക്ക് മടങ്ങി വന്നു. നാട്ടിൽ മരങ്ങൾക്ക് നടുവിൽ ഒരു കൊച്ചു വീട് വെച്ചു. അവിടെ താമസിക്കുവാനായി വന്നു ചേർന്നതിൻ്റെ അടുത്ത ദിവസം പ്രഭാതത്തിൽ അവരെ തിരക്കി മറ്റു 2 സുഹൃത്തുക്കൾ വന്നു. ഭാര്യയും ഭർത്താവിനെയും തിരക്കി വന്നത് മറ്റൊരു ഭാര്യയും ഭർത്താവുമാണ്. സ്വാഭാവികമായും പരസ്പരം കണ്ടു, സന്തോഷങ്ങൾ പറഞ്ഞു. 2 സ്ത്രീകളും ഒരുമിച്ച് സംസാരിക്കുവാനായി അടുക്കളയിലേക്ക് പോയി. പുരുഷന്മാർ 2 പേരും ഉമ്മറത്തിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അടുക്കളയിൽ നിന്ന് സംസാരിച്ച സ്ത്രീ മറ്റേ സ്ത്രീയോട് ചോദിച്ചു, എങ്ങനെയുണ്ട് നാട്ടിലെ ആദ്യത്തെ ദിവസം? ഒരുപാട് നാളായില്ലേ ഇങ്ങനെ? പുതിയ വീട്ടിലെ താമസം എങ്ങനെയുണ്ട്? ആദ്യത്തെ സ്ത്രീ മറുപടി പറഞ്ഞത് എങ്ങനെയാണ്? ഹോ, ഒന്നും പറയണ്ട. നിങ്ങൾ ഈ നാട്ടിൽ എങ്ങനെയാണ് താമസിക്കുന്നത്? ഇന്നലെ ഈ നാട്ടിൽ വന്നിറങ്ങിയ നിമിഷം മുതൽ മഴയാണ്. എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ തന്നെ ആകെ വെള്ളവും ചെളിയും. അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി എങ്ങനെയെങ്കിലുമാണ് കാറിൽ കയറിയത്. കാറിൽ കയറി ഒരല്പ ദൂരം വന്നപ്പോഴേക്കും ടയർ പഞ്ചറായി. പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് വരിക? ലഗേജുകളെല്ലാം കാറിൽ ഉപേക്ഷിച്ചിട്ട് ഒരു ബസ്സിൽ കയറിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ബസ്സിൽ കയറിയപ്പോഴോ ആകെ നനഞ്ഞു കുളിച്ച്, ബസ്സിലാണെങ്കിലോ ആ ഷട്ടറൊന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നനഞ്ഞു കുളിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും സന്ധ്യയായി. ഇവിടെയോ കറണ്ടുമില്ല, ഇരുട്ടും ചൂടും. ആകെ ഒരു വല്ലാത്ത അവസ്ഥ. ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് എങ്ങനെയെങ്കിലുമാണ് ഇന്നലെ ഭക്ഷണം കഴിച്ചത്. രാത്രി എങ്ങനെയൊക്കെയോ ഉറങ്ങി. കൊതുകിന്റെ മൂളിപ്പാട്ട് കേൾക്കാൻ വയ്യാത്ത വിധം അലോസരമായിരുന്നു. ആ ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഉച്ചത്തിൽ പാടിക്കൊണ്ടേയിരുന്നു. എങ്ങനെയോ ഒന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഹോ, ഈ നാട്ടിൽ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു? ഇങ്ങനെ ഇവർ അടുക്കളയിൽ നിന്ന് സംസാരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ഉമ്മറത്ത് പുരുഷന്മാർ 2 പേരും സംസാരിക്കുകയാണല്ലോ. അതിൽ ഒരു പുരുഷൻ ഇവിടേക്ക് നാട്ടിലേക്ക് വന്ന മറ്റേ പുരുഷനോട് ചോദിച്ചു, ആ, എങ്ങനെ ഉണ്ടായിരുന്നു നാട്ടിൽ വന്നിട്ട്, പുതിയ വീട്ടിൽ താമസിച്ചിട്ട്? മറുപടി ഇങ്ങനെയാണ്, ഹാ, ഒന്നും പറയണ്ട. എയർപോർട്ടിലേക്ക് വന്നിറങ്ങിയപ്പോൾ തന്നെ മഴ. എന്തൊരു മഴയാണ്! എത്ര നാളായി മഴയൊന്ന് കണ്ട് ആസ്വദിച്ചിട്ട്. മഴ നനഞ്ഞിങ്ങനെ നടക്കുമ്പോൾ എന്തൊരു സുഖാണെന്നറിയോ? അതോ പിന്നെ മറ്റൊരു അനുഗ്രഹം കൂടി ഉണ്ടായി. കാറിൻ്റെ ടയർ പഞ്ചറായതുകൊണ്ട് ബസ്സിൽ കയറാൻ പറ്റി. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഈ ബസ്സിലൊക്കെ കയറിയിട്ടുള്ളത്.
ബസ്സിലാണെങ്കിലോ ഷർട്ട് ഇടാൻ പറ്റാത്തത് കൊണ്ട് ആ കല്ലടിക്കോടൻ മലയിൽ ഇങ്ങനെ മഴ പെയ്യുന്നതൊക്കെ കണ്ട് ഇങ്ങനെ മഴയുടെ ഗന്ധമൊക്കെ ആസ്വദിച്ച് രാത്രിയായി ഇവിടെ വന്ന് ചേർന്നപ്പോൾ. പക്ഷെ ഇവിടെ വന്നപ്പോഴോ കറണ്ടൊന്നുമില്ല. പണ്ട് അമ്മയോടൊപ്പം ജീവിച്ചിരുന്ന കാലത്താണ് ഈ ചിമ്മിനി വിളക്കൊക്കെ തെളിയിച്ച് വെച്ച് അമ്മയോടൊപ്പം ഇരുന്ന് നാമം ജപിച്ചതൊക്കെയാണ് ഓർമ്മ വന്നത്. എത്ര നാളുകൾക്ക് ശേഷമാണെന്നറിയോ ഒരു മെഴുകുതിരി വെട്ടത്തിന് അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചത്. ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള നൈറ്റ്, ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ. രാത്രി കിടക്കാൻ നേരത്തോ എൻ്റെ ഭാര്യ ഭംഗിയായി പാടി. ആ പാട്ട് ആസ്വദിച്ച് 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 എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി എന്ന്. നോക്കൂ, ഒരേ അവസ്ഥകൾ, ഒരേ മഴ, ബസ്സിൽ ഒരുമിച്ച് യാത്ര ചെയ്ത 2 പേർ, ഒരു വീട്ടിൽ ഒരുമിച്ചുറങ്ങിയ 2 പേർ. അവർ 2 പേരും ഈ അവസ്ഥകളെ 2 തരത്തിലാണ് സ്വീകരിച്ചത്. ആദ്യത്തേതിൽ എവിടെയും നിറഞ്ഞു നിൽക്കുന്ന അസ്വസ്ഥത മാത്രം. എന്നാൽ രണ്ടാമത്തേതിലോ എല്ലാം നന്മയുള്ളതാക്കുന്ന, എല്ലാം മധുരതരമാക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ അല്ലേ? ഇതാണ് രാത്രിയായാൽ ഒരു ദിവസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എല്ലാം നല്ലതായിരുന്നുവെന്ന് ചിന്തിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നൊരു കഥ. ഇനി ഈ ദിവസത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. മഴയോ വെയിലോ മഞ്ഞോ തണുപ്പോ എന്തു തന്നെ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്ന് നമ്മൾ ആരോടെങ്കിലുമൊക്കെ വഴക്കിട്ടുവെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മൾ വഴക്ക് പറഞ്ഞുവെങ്കിലൊക്കെ നമുക്കത് ആസ്വദിക്കാൻ സാധിച്ചാൽ, അതൊക്കെയും ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കാൻ സാധിച്ചാൽ, ഉൾക്കൊള്ളാൻ സാധിച്ചാൽ ഈ ദിവസം വിശേഷമായൊരു അനുഗ്രഹമല്ലേ? അങ്ങനെ ചേർത്ത് വെച്ച അനുഗ്രഹങ്ങളാണ് ഈ ജീവിതം. അതിനാൽ ആ പുരുഷൻ പറഞ്ഞതുപോലെ സർവ്വതിലും സന്തോഷത്തെ കണ്ടെത്തി, മഴ പെയ്താൽ സന്തോഷത്തോടെ മഴയിൽ നനഞ്ഞ്, വെയിലേറ്റാൽ അതും സന്തോഷമെന്നറിഞ്ഞ്, ഓരോ യാത്രകളിലും ആനന്ദത്തെയും വിസ്മയത്തെയും ഉൾക്കൊണ്ട് നമുക്ക് മുന്നിലെ ഓരോ കാഴ്ചകളും വിസ്മയിപ്പിക്കുന്നതാണ് എന്നറിഞ്ഞ് മുന്നോട്ട് പോവുക. ഓർക്കുക, ജീവിതമെന്ന അസുലഭമായ അവസരത്തെ നമ്മളെങ്ങനെ സ്വീകരിക്കുന്നുവോ അതുപോലെയാണ് അതും നമ്മളോട് പ്രതികരിക്കുക. നമ്മൾ ഈ ജീവിതത്തെ എങ്ങനെ സമീപിക്കുന്നുവോ അതുപോലെയാണ് ജീവിതവും നമ്മളെ സമീപിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഞാൻ എങ്ങനെ എന്നെ വിലമതിക്കുന്നു, ഞാൻ എന്നെ എങ്ങനെ ബഹുമാനിക്കുന്നു, ഞാൻ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു, അതുപോലെയായിരിക്കും നമ്മുടെ ജീവിതം അർത്ഥവത്താകുന്നതും. ആത്മബന്ധു, ശുഭരാത്രി.